അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ഒരച്ഛൻ, ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം. ഇതെന്താടോ വൃദ്ധസാധനത്തിന്റെ വാർഷികാഘോഷോ? നല്ല കഴിവുള്ള വൃദ്ധന്മാരാണ് സാർ. ഇതിപ്പോ താങ്ക്സ് കാർഡിന് മുമ്പ് ആദരാഞ്ജലി വെക്കേണ്ടി വരുമല്ലോ. ആരായി കോമാളി? നായകൻ. നായകനോ? അതെ, ഈ കഥയിലെ നായകൻ. അയ്യേ, മോനെ പ്രമോദേ, അച്ഛന്റെ പ്രായമുള്ള ഈ ശവത്തെ കയറണോ താൻ മോനെന്ന് വിളിച്ച് കയറണത്? ചെക്ക് അയക്കുന്ന കാര്യം മറക്കരുത്. ബാങ്കിലെ കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ വേണം. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. ഇല്ലത്ത് അങ്ങനെ ഒരു പതിവില്ല. നിർബന്ധിക്കുകയാണെങ്കിൽ നിർബന്ധിക്കുന്നില്ല. അല്ല, നിർബന്ധിക്കണം എനിക്ക് നിർബന്ധമില്ല. അയ്യോ, എനിക്ക് വേണ്ട, അച്ഛൻ വഴക്ക് പറയും. പ്രമോദ്, നീ ആരെ പേടിക്കുന്നത്? എല്ലാരും ഇല്ലേ? കേറിപ്പോ, നിന്റെ വീടായില്ലേ? നിന്റെ ആഴ്ച എവിടേക്ക് നീ കേറിപ്പോ, ധൈര്യമായിട്ട് കേറിപ്പോ. ഞങ്ങൾ ഇന്ന് വരെ കാണാത്തൊരു രൂപം മദ്യപിച്ച് മയക്കുമരുന്ന് മേടിച്ച് കണ്ടവന്റെ കൂടെ തെണ്ടി നടന്നിട്ട് കേറി വന്നിരിക്കുക. ഈ തറവാട് ഏതാന്ന് നിനക്കറിയോടാ? മരുന്നിന് ചേർക്കാൻ മദ്യം പേടിച്ചിട്ട് വന്നപ്പോ അത് കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന മുത്തച്ഛൻ ജീവിച്ചിരുന്ന തറവാടാണിത്. ഇനി ഒരു ഹാർട്ട് അറ്റാക്ക് ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു അധ്യാപകന്റെ മകനാ നീ. എങ്ങനെ? എടാ, ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു അധ്യാപകന്റെ മകനാ നീ. എന്റെ ഇഷ്ടം, ഞാൻ കുഴിക്കും, നീയും കുടിക്കും. ഞാൻ കുടിക്കും, എനിക്ക് ഇഷ്ടമുള്ള കുടിക്കും. എന്നെ തടയാൻ ഒരു പുല്ലിന് കഴിയില്ല. ഗുഡ് മോർണിംഗ് സാർ. മിസ്റ്റർ പ്രമോദ്, നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇവിടുത്തെ പണി പോയി. സാർ, എന്നെ പിരിച്ചുവിടരുത്. ഞാൻ MBA-ക്കാരനാണ്. ക്ഷമിക്കണം സാർ, എന്നെ പിരിച്ചുവിടരുത്. ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. അയ്യോ, എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞതാ തോന്നുന്നതിനാല്. യാതൊരു പണിയറിയാൻ പാടത്ത് എന്നെ വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലെങ്ങാതെ പണിയെടുത്തിരിക്കും ശീലമായി പോയി. എന്നെ വേർപ്പിക്കല്ലേ മുതലാളി. എനിക്ക് വേർപ്പിന്റെ അസുഖമാണെന്ന് മുതലാളിക്ക് അറിയാലോ. സാർ, വീട്ടിൽ അമ്മയും അച്ഛനും ഭാര്യയും എല്ലാം പട്ടിണിയിലാണ് സാർ. ജോലി തരണം സാർ, പ്ലീസ് സാർ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അങ്ങനെ സമാധാനമായി പൊക്കോണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ, ബൈജു സാബ്. ഇതെന്താടാ ശവപ്പെട്ടി എണീറ്റ് വന്നതാ? മോനെ അപ്പൂസെ, അപ്പേക്കാണ് വന്നല്ലോടാ പൊന്നു മോനെ. മോനെ, ഇറങ്ങിപ്പോടാ. ഞാൻ പോട്ടെ സ്വാമി, പോവാനാ.